നിങ്ങളുടെ പേഴ്സണൽ ഗൂഗിൾ പേ അക്കൗണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ട്രാൻസാക്ഷൻസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ടോ? അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ പേയ്മെൻറ്റുകൾ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ഉപയോഗിക്കുന്നു എന്ന് കരുതുക. കമ്പനി അവർക്ക് കിട്ടുന്ന എല്ലാ പേയ്മെൻറ്റുകൾക്കും കറക്റ്റായി GST അടക്കുന്നില്ല, സെയിൽസ് കുറച്ച് കാണിക്കുന്നു എന്ന് കരുതുക. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ എമൗണ്ട് വരുന്നത് കൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതായി കണക്കാക്കുകയും നിങ്ങൾക്ക് GSTയിൽ നിന്നും ഇൻകം ടാക്സിൽ നിന്നും നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. GSTയെ സംബന്ധിച്ചിടത്തോളം ഒരു സർവീസ് റിലേറ്റഡ് ബിസിനസ് ആണെങ്കിൽ ഒരു അക്കൗണ്ടിൽ 20 ലക്ഷത്തിൽ കൂടുതൽ ഒരു വർഷം ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ GST എടുക്കാൻ നിർബന്ധിതരാണ്. അതേപോലെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഗുഡ്സ് സെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ 40 ലക്ഷത്തിൽ കൂടുതൽ രൂപയുടെ ട്രാൻസാക്ഷൻ ഒരു വർഷത്തിൽ ചെയ്യുകയാണെങ്കിൽ GST എടുക്കാൻ നിർബന്ധിതർ ആകും. അതാണ് GST നിയമം. ഇതുപോലെ പലരും ഇത് അറിയാതെയാണ് അവരുടെ പേഴ്സണൽ അക്കൗണ്ട് ഉപയോഗിച്ച് അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഇടപാടുകൾ നടത്തുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രമേണ ഇത് ഒരു വലിയ വോളിയത്തിലേക്ക് എത്തുന്നത് അവർ തന്നെ അറിയില്ല. അങ്ങനെ വരുമ്പോൾ ഇൻകം ടാക്സിൽ നിന്നും GSTയിൽ നിന്നും നിയമ നടപടി സ്വീകരിക്കുകയും അവർ നിങ്ങൾക്ക് നോട്ടീസ് അയക്കുകയും നിങ്ങൾ GST വെട്ടിപ്പ് നടത്തി, അതുപോലെ തന്നെ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, വലിയ ട്രാൻസാക്ഷൻ നിങ്ങൾ അക്കൗണ്ട് വഴി നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരു ബിസിനസ്സിൻ്റെ ഓണറായി വർക്ക് ചെയ്യുന്നത് പോലെ കണക്കാക്കുകയും അതിൻ്റെ ബാധ്യതയെല്ലാം നിങ്ങളുടെ പേഴ്സണൽ പേരിലേക്ക് വരികയും ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ റിസൈൻ ചെയ്ത് മറ്റൊരു കമ്പനിയിലേക്ക് മാറിയ ശേഷമായിരിക്കും ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടീസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആദ്യം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ നിങ്ങളെ സഹായിക്കണം എന്നും ഇല്ല. എല്ലാ ഉത്തരവാദിത്തവും നിങ്ങൾക്ക് തന്നെ വരികയും അത് കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും അതുപോലുള്ള നിയമ നടപടികളും നിങ്ങൾ സ്വയം തന്നെ നേരിടേണ്ടി വരികയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പാടില്ല. ഇനി അത്യാവശ്യം സന്ദർഭങ്ങളിൽ ചെറിയ ട്രാൻസാക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായി എന്തിനു വേണ്ടിയാണ് ചെയ്തത്, എന്ത് ട്രാൻസാക്ഷനാണ് ചെയ്തത്, അത് അക്കൗണ്ട് ചെയ്തതാണോ, അതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും വേണം. കൂടുതലും ഇതുപോലുള്ള ഇടപാടുകൾ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് വഴി നടത്താതിരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ട ചിലവുകൾക്ക് മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ്. അതൊരിക്കലും മറ്റൊരു ആൾ നടത്തുന്ന ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. കൂടുതൽ ഇതുപോലുള്ള ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സുകൾക്ക് വേണ്ടി ഫോളോ ചെയ്യൂ.